ആ സന്തോഷം നിറഞ്ഞ കുഞ്ഞു ചിരിമായാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. ഒരു ചെറിയ വിനോദയാത്ര ഇത്ര വലിയൊരു ദുരന്തത്തിൽ അവസാനിക്കുമെന്ന് ആ കുടുംബം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇടുക്കി ഉറവപ്പാറയിലെ ആ മലമുകളിൽ വെച്ച് വിധി കവർന്നെടുത്തത് ഒരു 12-കാരിയുടെ ജീവനോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ്. പ്രിയപ്പെട്ട മകളുടെ ചേതനയേറ്റ ശരീരം കാണേണ്ടി വന്ന ആ പിതാവിന്റെയും കുടുംബത്തിന്റെയും വേദന വാക്കുകൾക്കപ്പുറമാണ്. ഈ വേദനിപ്പിക്കുന്ന മരണവാർത്തയോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ചെറിയൊരു അറിവ് പോലും ഒരുപക്ഷെ വലിയൊരു ജീവൻ രക്ഷിക്കാൻ കാരണമായേക്കാം. പെരുമ്പാവൂർ മുടിക്കൽ വടക്കനേതിൽ VM അഫ്സലിന്റെ മകളായ നഫീസത്തുൽ മിസ്രിയ എന്ന 12-കാരിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത്. പെൺകുട്ടിയുടെ മുഖമാകെ കരിഞ്ഞ നിലയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പരിക്കേറ്റ പെൺകുട്ടിയുടെ പിതാവും ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു യുവാവും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. അവധി ആഘോഷിക്കാനായി തൊടുപുഴയിലെത്തിയതായിരുന്നു കുടുംബം. തൊടുപുഴയിൽ നടക്കുന്ന സമ്മർ ഫെസ്റ്റ് കാണാനെത്തിയ ഇവർ പിന്നീട് ഉറവപ്പാറ സന്ദർശിക്കാനായി പോവുകയായിരുന്നു. മലയുടെ മുകളിലെത്തിയപ്പോൾ അതിശക്തമായ മഴയും കാറ്റും ഇടിമിന്നലുമുണ്ടായി. ഇതോടെ ഭയന്നുപോയ കുടുംബം പെട്ടെന്ന് ഇറങ്ങി വാഹനത്തിലേക്ക് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ ഇതിനിടെ അഫ്സലിനും മകൾക്കും മിന്നലേൽക്കുകയായിരുന്നു. 12-കാരിയുടെ മുഖത്താണ് മിന്നലേറ്റത്. മിന്നലേറ്റ ഉടനെ തന്നെ രണ്ടുപേരും നിലത്ത് വീഴുകയും ചെയ്തു. ഇവരെ രക്ഷിക്കാനായി ശ്രമിക്കുന്നതിനിടയിലാണ് സമീപത്തുണ്ടായിരുന്ന ഗോകുലിനും മിന്നലേറ്റത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 12-കാരിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇടിമിന്നൽ എന്നത് വെറുമൊരു പ്രകൃതി പ്രതിഭാസം എന്നതിനുമപ്പുറം ഇത് നിമിഷനേരം കൊണ്ട് ജീവൻ കവർന്നെടുക്കുന്ന ഒരു കൊലയാളി കൂടിയാണ് എന്നോർക്കണം. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന പ്രധാന ചില നിർദ്ദേശങ്ങൾ ഇവയാണ്. ആകാശത്ത് കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇടിമിന്നൽ ലക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കി സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ പുറത്തുള്ള വിനോദങ്ങൾ ഒഴിവാക്കണം. മൈതാനങ്ങൾ, മലമുകൾ, ടെറസ് എന്നിവിടങ്ങളിൽ നിൽക്കുന്നത് അതീവ അപകടകരമാണ്. അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ മരച്ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് മരണത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. കാരണം മരങ്ങളിൽ മിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ ഇടിമിന്നൽ സമയത്ത് TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളുടെ പ്ലഗ് ഊരിയിടുക. മൊബൈൽ ഫോൺ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. പൈപ്പിലൂടെ വരുന്ന വെള്ളം ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുകയോ കുളിക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം പൈപ്പിലൂടെ വൈദ്യുതി പ്രവഹിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടപ്പെടുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ പിന്നീട് വൈദ്യുത പ്രവാഹമുണ്ടാകില്ല. അതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ ഒരിക്കലും മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. ഉടൻ വൈദ്യസഹായം എത്തിക്കാനും ശ്രദ്ധിക്കണം.